മലപ്പുറത്തിനെതിരായ വിദ്വേഷ പരാമർശത്തിൽ ഉറച്ചും മുസ്ലിം ലീഗിനെ കടന്നാക്രമിച്ചും SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. ലീഗിന് ധാർഷ്ട്യവും അഹങ്കാരവുമാണെന്നും എല്ലാം മലപ്പുറത്തേക്ക് ഊറ്റിയെടുക്കുന്നെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. താൻ വർഗീയവാദിയാണെന്ന് മുസ്ലിം ലീഗ് പ്രചരിപ്പിക്കുന്നെന്നും വെള്ളാപ്പള്ളി നടേശൻ ആരോപിച്ചു. ജനാധിപത്യത്തെ ഹൈജാക്ക് ചെയ്തവരല്ലേ, ജനാധിപത്യ കശാപ്പ് ചെയ്തവരാണ് ലീഗുകാർ. അവിടെ ധാർഷ്ട്യവും അഹങ്കാരവും മണി പവറും മസിൽ പവറും മാൻ പവറും ഉണ്ട് എന്നുള്ള തോന്നലോടുകൂടി ആരോട് എന്ത് ചെയ്യാനുള്ള അഹങ്കാരം. ലീഗ് എന്ന് പറഞ്ഞാൽ അത് മലപ്പുറം പാർട്ടിയാണ്. ആ മലപ്പുറം പാർട്ടി മലപ്പുറത്തേക്ക് എല്ലാം ഊറ്റിയെടുക്കുക, അവിടെ സമ്പന്നരെ സഹായിക്കുകയും ചെയ്യുക. BDJS ഇടതുപക്ഷത്തേക്ക് പോകണമെന്ന അഭിപ്രായമുള്ളവർ ഉണ്ടെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. നടന്ന് കാലത്തേഞ്ഞതല്ലാതെ NDAയിൽ നിന്നിട്ട് ഒന്നും കിട്ടിയില്ലെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. അശ്വിൻ പാലാഴി ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങളുമായിട്ട്. അശ്വിൻ, മുസ്ലിം ലീഗിനെതിരായിട്ടുള്ള കടുത്ത വിമർശനമാണോ വെള്ളാപ്പള്ളി നടേശൻ ഇന്ന് വാർത്താ സമ്മേളനത്തിൽ നടത്തിയത്? അതോടൊപ്പം തന്നെ വെള്ളാപ്പള്ളി നടേശനെ അല്ലെങ്കിൽ SNDPയെ കൂട്ടുപിടിച്ച ശേഷവും തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ LDFിനുണ്ടായ കനത്ത പരാജയം സംബന്ധിച്ച് എന്തെങ്കിലും പ്രതികരണങ്ങൾ വെള്ളാപ്പള്ളി നടത്തിയിട്ടുണ്ടോ? വിദ്വേഷ സ്വഭാവമുള്ള പരാമർശങ്ങൾ വെള്ളാപ്പള്ളിയുടെ പ്രതികരണങ്ങളിൽ എവിടെയെങ്കിലും ഇന്ന് കാണാൻ കഴിഞ്ഞു? GK സൂചിപ്പിച്ചത് മലപ്പുറവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ നിലനിൽക്കെ തന്നെയാണ് കടന്നാക്രമണം മുസ്ലിം ലീഗിനെതിരെയും ഒപ്പം മലപ്പുറം പരാമർശത്തിൽ താൻ എന്താണ് ഉദ്ദേശിച്ചതെന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത നൽകുകയുമൊക്കെ വെള്ളാപ്പള്ളി ചെയ്തിരിക്കുന്നത്. ലീഗിനെയാണ് കടന്നാക്രമിക്കുന്നത്, അല്ലാതെ മുസ്ലിം വിഭാഗത്തോടോ മലപ്പുറത്തോടോ തനിക്കൊരു പ്രശ്നവുമില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പം എന്തിനാണ് തന്നെ ഇങ്ങനെ വർഗീയവാദിയാക്കി മുസ്ലിം ലീഗ് ചിത്രീകരിക്കുന്നത് എന്നുള്ളതിൻ്റെ കാരണം കൂടി അദ്ദേഹം എണ്ണമിട്ട് പറയുന്നുണ്ട്. അത് വർഷങ്ങൾക്ക് മുന്നേ ലീഗുമായി SNDP ചങ്ങാത്തം കൂടിയിരുന്നൊരു കാലമുണ്ടായിരുന്നു. അതിൽ നിന്ന് ലീഗ് അധികാരത്തിലെത്തിയപ്പോൾ തങ്ങളെപ്പോൾ, അതായത് ലീഗ് വിദ്യാഭ്യാസ മന്ത്രിയൊക്കെ ആയി UDF അധികാരത്തിലെത്തിയതിനു ശേഷം തങ്ങളെ പൂർണ്ണമായും മറക്കുകയും അവകാശങ്ങൾ, അതായത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളടക്കമുള്ള കാര്യങ്ങൾ ലീഗിന് മാത്രമായി മലപ്പുറത്തേക്ക് മാത്രമേ നൽകുകയും ചെയ്തു. അതിനുശേഷം അധികാരം വിട്ട് വീണ്ടും ലീഗ് തങ്ങളെ വന്ന് കണ്ടു, അതായത് SNDP യോഗത്തെ വന്ന് കണ്ട് ഞങ്ങൾക്കൊപ്പം നിൽക്കണമെന്ന ഒരു കാര്യം പറയുകയും ചെയ്തു. അന്ന് നിങ്ങളെ വിശ്വസിക്കാനാവില്ല, ലീഗിനെ വിശ്വസിക്കാനാവില്ല എന്ന് തുറന്നു പറഞ്ഞതിൻ്റെ വിദ്വേഷമാണ് ലീഗ് ഇപ്പോഴും തന്നോട് കാണിക്കുന്നത് എന്നുള്ളതാണ് വെള്ളാപ്പള്ളി പറയുന്നത്. അതിനോട് അദ്ദേഹം ചേർത്ത് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ഞാൻ ഒരിക്കലും ഒരു വർഗീയവാദിയല്ല, സമുദായത്തിന് കിട്ടേണ്ടത് കിട്ടാതെ വരുമ്പോൾ അത് ചോദിച്ചു വാങ്ങുന്നുണ്ട്, അതിന് വർഗീയവാദി എന്ന് വിളിച്ച ആ പേര് ഏറ്റെടുക്കുമെന്ന് കൂടി അദ്ദേഹം പറയുന്നു. അതായത് അവകാശങ്ങൾ ചോദിക്കുമ്പോൾ വർഗീയവാദിയാക്കുന്നു, അതിന് ലീഗിന് തന്നോടുള്ള വ്യക്തിപരമായ വിദ്വേഷമാണ് കാരണമെന്നാണ് പറയുന്നത്. എന്തായാലും ഈ ലീഗിനെ കടന്നാക്രമിക്കുന്നുണ്ട്, മുസ്ലിം മാൻ പവറും മണി പവറും കൊണ്ട് എന്തും ഇല്ലാതാക്കാം എന്നൊരു ധാരണ, ആരെയും കൂടെ നിർത്താം എന്നൊരു തെറ്റിദ്ധാരണ ലീഗിനുണ്ട്. അതൊന്നും നല്ലതിനല്ല എന്ന് പറയുന്നുണ്ട്. അപ്പം ധാർഷ്ട്യവും അഹങ്കാരവും ഉണ്ട്. മലപ്പുറം പാർട്ടിയാണ് ലീഗ്. അങ്ങനെ ഒരു പരിധിക്കപ്പുറത്തേക്ക് കടന്ന പരാമർശം ലീഗിനെതിരെയുണ്ട്. സ്വാഭാവികമായും ലീഗിനെ കൊള്ളുന്ന വാക്കുകൾ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ലീഗ് നേതാക്കളുടെ ഭാഗത്തും ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ ഉണ്ടാകും. അതിനോടൊപ്പം തന്നെ കഴിഞ്ഞ കുറേ നാളുകളെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തോൽവി ഇടതുപക്ഷം ഏറ്റുവാങ്ങേണ്ടി വന്നത് വെള്ളാപ്പള്ളിയുമായുള്ള ചങ്ങാത്തം കൊണ്ടാണ് എന്നൊരു പരാമർശം പല കോണുകളിൽ നിന്നുണ്ട്. സോഷ്യൽ മീഡിയയിലടക്കം അത് സജീവമായ ചർച്ചയുമാണ്. അതിനെ അദ്ദേഹം പറയുന്നുണ്ട്. താനുമായി ചങ്ങാത്തം കൂടിയതിൻ്റെ പേരിൽ ഇടതുമുന്നണിക്ക് ഒരു തോൽവിയും ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടില്ല. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് രാഷ്ട്രീയമല്ല, അത് വ്യക്തിബന്ധങ്ങളുടെ അടിസ്ഥാനത്തിൽ വോട്ട് കിട്ടുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. അതിനപ്പുറത്തേക്ക് LDFിന് ഒരു തോൽവി ഇല്ല. പിണറായി സർക്കാർ മൂന്നാമതും വരും എന്ന് പറയുന്നുണ്ട്. എന്തായാലും കാറിൽ കയറിയ വിവാദത്തേക്ക് അദ്ദേഹം അതൊരു വിവാദമായി കാണേണ്ട എന്ന് പറയുന്നുണ്ട്. പിണറായി വിജയനേക്കാൾ വലിയ കാറിൽ സഞ്ചരിക്കുന്ന ആളാണ്, 50 വർഷമായി ബെൻസിൽ സഞ്ചരിക്കുന്ന ആളാണ് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ പശ്ചാത്തലം പറയുന്നുണ്ട്. അപ്പം ഇതിനു മുൻപ് പല മന്ത്രിമാരും പല പെണ്ണുങ്ങളെയും വാഹനങ്ങളിൽ കയറ്റിയിട്ടുണ്ടാകാത്ത വിവാദം താൻ മുഖ്യമന്ത്രിയുടെ കാറിൽ കയറുമ്പോൾ എന്തിനുണ്ടാക്കുന്നു എന്നടക്കമുള്ള ചില ചോദ്യങ്ങൾ കൂടി. ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ വെള്ളാപ്പള്ളി നടേശൻ ശ്രദ്ധിച്ചത് ലീഗിനെതിരായിട്ടുള്ള വിമർശനം കുറെ കൂടി മൂർച്ച കൂട്ടാനായിരിക്കും എന്നാണ് കരുതുന്നത്. ആ തരത്തിലുള്ള പ്രതികരണങ്ങളാണ് വെള്ളാപ്പള്ളി നടേശൻ ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ കണ്ടിട്ടുള്ളത്. അശ്വിൻ പാലാഴിയാണ് ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.